നമസ്കാരം. മണി അഫർമേഷൻസ് എന്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. എങ്കിലും പൈസയെപ്പറ്റി തെറ്റായ പല ധാരണകളും നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളരുന്നതാണ്. കൂടുതൽ പൈസ ഉണ്ടായാൽ അത് തെറ്റാണ്, പണക്കാരെല്ലാം ചീത്തയാണ്, പണമുണ്ടെങ്കിൽ ധൂർത്തനായിട്ട് മാറും, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമുക്ക് ആവശ്യത്തിന് മാത്രം പണം മതി. ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളരുന്നത് കൊണ്ട് തന്നെ പണം എന്തോ വലിയ തെറ്റാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പ്രായമാകുമ്പോഴത്തേക്ക് എല്ലാവരും മാറും. മാത്രമല്ല, പണത്തെ നമ്മൾ സ്നേഹിക്കണം, നന്നായി സ്നേഹിക്കണം, പണത്തെ ബഹുമാനിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും പല ചതിയിൽപ്പെട്ടോ അല്ലാതെയൊക്കെ നമ്മൾ വീണ്ടും പണമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട്. ഈ മണി അഫർമേഷൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോസിറ്റിവിറ്റി വളർത്തുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പൈസ നമ്മുടെ ഏറ്റവും അടുത്തൊരാളാണെന്നൊരു ധാരണ വളർത്തുമ്പോൾ പൈസയ്ക്കുള്ള അട്രാക്റ്റ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ എനർജിയെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ തന്നെ അതനുസരിച്ച് വർക്ക് ചെയ്യുകയും യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനും, ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം തന്നെ പോസിറ്റീവ് ചിന്ത പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും, നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെയിനായിട്ടും പഠിക്കുന്നത്. നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കുകയും നെഗറ്റീവ് നമ്മളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ മണി അഫർമേഷൻസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഗോൾ നേടാനും, നമ്മൾക്ക് പൈസയെക്കുള്ള സ്നേഹിക്കാനും, നമ്മളിലേക്ക് പൈസ വരാനുള്ള വഴികൾ തുറന്നിടാനുമൊക്കെ. അപ്പോൾ ദിവസം ഒരു 20 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മിനിമം ഇത് കേൾക്കുന്നത് വളരെ നല്ലതാണ്. പറ്റുന്ന അത്രയും സമയം 2-3 പ്രാവശ്യമൊക്കെ ദിവസം കേൾക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് സമ്പത്ത് ഒരുപാട് ഒഴുകി വരും. അപ്പോൾ നമുക്കത് കേട്ട് നോക്കാം. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, പൊതുവെ ആൾക്കാർ ചിന്തിക്കും മണി അഫർമേഷൻ കേട്ടതുകൊണ്ട് പൈസ വരുമെന്ന്. ഒരിക്കലും വരില്ല. മണി അഫർമേഷൻസ് കേൾക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പോസിറ്റിവിറ്റി വളർത്താനും, നമ്മുടെ ഫ്രീക്വൻസി കൂട്ടാനും, മണി വരാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കാനും, നമ്മുടെ ചുറ്റും ഡോർസ് ഓപ്പൺ ചെയ്തിടാനും. ചുറ്റും ഡോർസ് എന്ന് പറയുമ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യുക, സ്കില്ല് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾക്ക് ഏത് വഴിയിലും നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളിങ്ങനെ ചടഞ്ഞുകൂടി എന്നെക്കൊണ്ടൊന്നും കഴിയില്ല, എനിക്ക് പൈസയില്ല, അല്ലെ പൈസ ഉള്ളവരെല്ലാം അഴുക്കാണ്, ആ ചിന്താഗതി വെച്ചുകൊണ്ട് പോയാൽ നമ്മൾക്കത് നേടാൻ ഒരിക്കലും കഴിയില്ല. അപ്പം മണി അഫർമേഷൻസ് ആ കാര്യത്തിലാണ് സഹായിക്കുന്നത്. അപ്പം അത് നമുക്ക് കേട്ടു നോക്കാം. ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് മണി അഫർമേഷൻസ് എന്നുള്ള പേരിൽ ഒരു വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് കൂടി ചെയ്തിട്ടേക്കാം. അതായത് അതിൻ്റെ മാത്രമായിട്ട് ഇൻട്രഡക്ഷൻ ഇല്ലാതെ. അപ്പോൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി അത് കേട്ടാലും മതിയാകും. പണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ പണത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ വളരെയധികം സ്നേഹിക്കുന്നു. പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തുന്നു. പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തുന്നു. പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ശക്തമായ ഒരു കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ശക്തമായ ഒരു കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ശക്തമായ ഒരു കാന്തമാണ്. പണം നന്മയാണ്. പണം നന്മയാണ്. പണം നന്മയാണ്. എന്നിലൂടെ പണം പല ആൾക്കാരിലേക്കും എത്തുന്നു. എന്നിലൂടെ പണം പല ആൾക്കാരിലേക്കും എത്തുന്നു. എന്നിലൂടെ പണം പല ആൾക്കാരിലേക്കും എത്തുന്നു. ഞാൻ പണത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ആവശ്യമുള്ള സമയത്തെല്ലാം പണം എന്നിലേക്ക് നാനാ വഴികളിലൂടെ എത്തുന്നു. ആവശ്യമുള്ള സമയത്തെല്ലാം പണം എന്നിലേക്ക് നാനാ വഴികളിലൂടെ എത്തുന്നു. ആവശ്യമുള്ള സമയത്തെല്ലാം പണം എന്നിലേക്ക് നാനാ വഴികളിലൂടെ എത്തുന്നു. ഞാൻ പണത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞാൻ പണത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞാൻ പണത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞാനൊരു ധനകാന്തമായിട്ട് വർത്തിക്കുന്നു. ഞാനൊരു ധനകാന്തമായിട്ട് വർത്തിക്കുന്നു. ഞാനൊരു ധനകാന്തമായി വർത്തിക്കുന്നു. പണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്.
എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പണം സാധിച്ചു തരുന്നു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പണം സാധിച്ചു തരുന്നു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പണം സാധിച്ചു തരുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. ഞാൻ എന്ത് ചിന്തിച്ചാലും പണം എനിക്കത് നേടിത്തരുന്നു. ഞാൻ എന്ത് ചിന്തിച്ചാലും പണം എനിക്കത് നേടിത്തരുന്നു. ഞാൻ എന്ത് ചിന്തിച്ചാലും പണം എനിക്കത് നേടിത്തരുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും പണം പല വഴികളിലൂടെ എന്നിലേക്ക് എത്തുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും പണം പല വഴികളിലൂടെ എന്നിലേക്ക് എത്തുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും പണം എന്നിലേക്ക് ഓരോ വഴികളിലൂടെ എത്തുന്നു. ഞാൻ പണമാകുന്ന ഊർജത്തെ ആകർഷിക്കുന്നു. ഞാൻ പണമാകുന്ന ഊർജത്തെ ആകർഷിക്കുന്നു. ഞാൻ പണമാകുന്ന ഊർജത്തെ ആകർഷിക്കുന്നു. പണം എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. പണം എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. പണം എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. പണം എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും ഒഴുക്കുന്നു. പണം എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും ഒഴുക്കുന്നു. പണം എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും ഒഴുക്കുന്നു. ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു. എനിക്ക് പൂർണ്ണമായ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് പൂർണ്ണമായ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് പൂർണ്ണമായ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് പൂർണ്ണമായ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. ആവശ്യത്തിലധികം ധനം എന്നിലേക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിലധികം ധനം എന്നിലേക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിലധികം ധനം എന്നിലേക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പണം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പണം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പണം. ഞാൻ എല്ലാ നിമിഷവും പണത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എല്ലാ നിമിഷവും പണത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എല്ലാ നിമിഷവും പണത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്യാവശ്യ സമയങ്ങളിൽ ഇരട്ടിയായി പണം എന്നിലേക്കെത്തുന്നു. അത്യാവശ്യ സമയങ്ങളിൽ ഇരട്ടിയായി പണം എന്നിലേക്കെത്തുന്നു. അത്യാവശ്യ സമയങ്ങളിൽ ഇരട്ടിയായി പണം എന്നിലേക്കെത്തുന്നു. ഞാൻ അതിസമ്പന്നനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിസമ്പന്നനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിസമ്പന്നനായി മാറിക്കൊണ്ടിരിക്കുന്നു. സമ്പന്നരെ പോലെ മറ്റുള്ളവരിലേക്ക് പണം എത്തിക്കാൻ എനിക്ക് കഴിയുന്നു. സമ്പന്നരെ പോലെ മറ്റുള്ളവരിലേക്ക് പണം എത്തിക്കാൻ എനിക്ക് കഴിയുന്നു. സമ്പന്നരെ പോലെ മറ്റുള്ളവരിലേക്ക് പണം എത്തിക്കാൻ എനിക്ക് കഴിയുന്നു. ആവശ്യക്കാർക്ക് പണം എത്തിച്ചു കൊടുക്കാനുള്ള ചാനലായി ഞാൻ വർത്തിക്കുന്നു. ആവശ്യക്കാർക്ക് പണം എത്തിച്ചു കൊടുക്കാനുള്ള ചാനലായിട്ട് ഞാൻ വർത്തിക്കുന്നു. ആവശ്യക്കാർക്ക് പണം എത്തിച്ചു കൊടുക്കാനുള്ള ചാനലായിട്ട് ഞാൻ വർത്തിക്കുന്നു. എനിക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ ജീവിക്കാൻ കഴിയുന്നു. എനിക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ ജീവിക്കാൻ കഴിയുന്നു. എനിക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ ജീവിക്കാൻ കഴിയുന്നു. പണത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പണത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പണത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത് പണമാണ്. ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത് പണമാണ്. ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത് പണമാണ്. പണം
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. ഐ ലവ് മണി, ഐ ലവ് മണി, ഐ ലവ് മണി. ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഐ ആം റിച്ച്. പണത്തെ ഞാൻ ഏതെങ്കിലും തരത്തിൽ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ ആം സോറി. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. പണത്തിൻ്റെ ഹോപ്പുണപ്പുണയാണ്. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഐ ലവ് മണി, ഐ ലവ് മണി, ഐ ലവ് മണി. പണത്തിനോട് ഏതെങ്കിലും സമയത്ത് ഞാൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പെരുമാറിയിട്ടില്ലെങ്കിൽ, നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ പണമായിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷനൊക്കെ വിശ്വസിക്കുന്നവർക്ക് നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ മെസ്സേജ് ഇട്ടാൽ മതി. 9961216903 ആണ് വാട്സപ്പ് നമ്പർ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വരുമ്പോൾ കാണാം. താങ്ക് യു.